എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കെട്ടിട നിർമ്മാണ മേഖലയിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനകത്ത് അറിയാതെ വരുന്ന വീഴ്ചകളും അറിഞ്ഞുകൊണ്ട് വരുന്ന വീഴ്ചകളും മനഃപൂർവ്വം വരുത്തുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും ഈ കെട്ടിട ഉടമ പ്ലാനിൻ്റെ കൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എസ്റ്റിമേറ്റ്. പലപ്പോഴും ഇത് ബാങ്ക് ലോണുകൾക്ക് വയ്ക്കാൻ വേണ്ടി ബാങ്കുകാർ ഉടമസ്ഥനോട് പറയും, ഒരു എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റും കൂടെ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നതാണ് ഒരു 90% ഉടമസ്ഥന്മാരും എസ്റ്റിമേറ്റ് ചോദിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോടോ അല്ലെങ്കിൽ എഞ്ചിനീയറോടോ എസ്റ്റിമേറ്റ് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഈ എസ്റ്റിമേറ്റ് ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഡ്രാഫ്റ്റ്സ്മാൻമാരോ ഇത് വരയ്ക്കുന്നവരോ ഒന്നും വലിയൊരു കാര്യമായിട്ട് അവർ കാണുന്നില്ല എന്നതൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവരതിനെ വലിയ ഗൗനിക്കാറില്ല. അങ്ങനെ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടായി നിർമ്മാണ ചെലവ് ഈ എസ്റ്റിമേറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ പിടിവിട്ടു പോകുന്നു. എസ്റ്റിമേറ്റിൻ്റെ 4-5 ഇരട്ടി തുക നിർമ്മാണ സമയത്താകുന്നത് എസ്റ്റിമേറ്റ് എടുക്കുന്നതിനകത്ത് ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ്. ബാങ്ക് ലോണിന് വേണ്ടി എടുക്കുമ്പോൾ ഉടമസ്ഥൻ പറയും, എനിക്കൊരു എസ്റ്റിമേറ്റ് വേണം, ആർക്കിടെക്റ്റിനോടോ എഞ്ചിനീയറോടോ ഒക്കെ പറയും. അപ്പോൾ അവർ ചോദിക്കും, എത്ര രൂപ ലോൺ എടുക്കാൻ പോകുന്നത്? അന്നേരം പറയും, ഞാനൊരു 40-50 ലക്ഷം എടുക്കുന്നത്. 40-50 ലക്ഷം എടുക്കണമെങ്കിൽ ബാങ്കുകാരൻ പറയും ഒരു 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഒരു 65 ലക്ഷം രൂപയ്ക്കുള്ള ഒരു എസ്റ്റിമേറ്റ് അങ്ങ് എടുക്കും. സാധാരണഗതി സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഈ ഓരോ ശരിക്കും എസ്റ്റിമേറ്റ് എടുക്കേണ്ടത് കൃത്യമായിട്ട് ആ ഡ്രോയിങ്ങും പ്രകാരം എന്നതൊക്കെ വർക്കുകൾ വരുമെന്നുള്ളത് സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൗണ്ടേഷന്, അതിൻ്റെ ഡെപ്ത്ത്, അതിനകത്ത് വേണ്ടുന്ന മേസൺറി ആണെങ്കിൽ അത്, ഫുട്ടിംഗ് ആണെങ്കിൽ അത്, പ്ലിന്ത് ബീം ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം കിട്ടിയ ശേഷം കൃത്യമായി പ്ലാൻ വെച്ച് ക്വാണ്ടിറ്റി എടുത്ത് അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്താൽ മാത്രമേ എസ്റ്റിമേറ്റ് കറക്റ്റ് ആകുകയുള്ളൂ. പക്ഷേ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇതൊന്നും റെഡിയാക്കാറില്ല. അതിന് 2-3 കാരണങ്ങളൂടെ ഉണ്ട്. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ യഥാർത്ഥ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസവും ഈ സാധനങ്ങൾക്ക് വില മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതുമാത്ത് വരുന്ന ആ റേറ്റ് എന്താണെന്ന് നല്ലൊരു ശതമാനം എസ്റ്റിമേറ്റ് എടുക്കുന്നവർക്കും അറിയത്തില്ലെന്നുള്ളതാണ് ഒരു സത്യമായ കാരണം. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി അറിയാമെങ്കിലും ഒറിജിനൽ കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ ചിലപ്പോൾ ഉടമസ്ഥൻ ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് ചിലർക്കിത് അറിയത്തില്ല. അറിയാവുന്നവർ ഒറിജിനലായിട്ട് അങ്ങ് പറയാനും പോകുന്നില്ല, അങ്ങനെ പറഞ്ഞ് ഇവർ ഇറങ്ങാനും പോകുന്നില്ല. പിന്നെ മിക്കവാറും വലിയ വലിയ ആർക്കിടെക്റ്റുമാരുടെ ഓഫീസുകളിലാണെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു റേറ്റ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റേറ്റ് എടുത്ത് വെച്ചാൽ ഈ ജൂനിയർ പിള്ളേർ ഈ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ഈ എസ്റ്റിമേറ്റ് ഒന്നും കാലാന്തരത്തിൽ വലിയ തലവേദന ഇല്ലാത്തതായതുകൊണ്ടും ഈ എസ്റ്റിമേറ്റും പ്രകാരം ഈ പ്ലാൻ വരയ്ക്കുന്ന ആർക്കിടെക്റ്റ് ഈ പണി എടുക്കാത്തത് കൊണ്ടും പിന്നീട് ഈ എസ്റ്റിമേറ്റിൻ്റെ പേരിലൊന്നും ഒരു തർക്കമോ വഴക്കോ അടിയോ ബഹളോ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ടും നിയമ നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടും എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പൊതുവെ എഞ്ചിനീയർമാരുടെയും ആർക്കിടെക്റ്റുമാരുടെയും നല്ലൊരു ശതമാനത്തിൻ്റെ ഓഫീസുകളിൽ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അപൂർവം അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊരു വലിയ ഗൗരവമൊന്നും കാണാത്തത് കൊണ്ട് ഈ പണ്ടുകാലത്തൊക്കെ എടുത്തു വെച്ചേക്കുന്ന റേറ്റും പ്രകാരം അടിച്ചങ്ങ് വിടും. അതെന്താ എങ്ങനെയാണെന്നൊന്നും അവർക്കും അറിയണ്ട. ഇപ്പം ബാങ്കുകാരനാകെ നോക്കുന്ന അടിയിൽ ഈ ഒരു തുകയുണ്ടോ, എഞ്ചിനീയറുടെ ഒപ്പമുണ്ടോ, ഇത്രയൊക്കെ അവർ നോക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്കും നോക്കേണ്ട കാര്യമില്ല. അവർക്കും അറിയാം സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് എന്നാക്ക് വരുമെന്ന്. പിന്നെ ഈ അനുദിനം മെറ്റീരിയൽസിൻ്റെ വില വ്യത്യാസം വരുമ്പോൾ ആ വ്യത്യാസം വെച്ച് എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുമാർക്കും ഒക്കെ ഇത് കൃത്യമായിട്ട് കൂട്ടാനറിയാം. ഒരു കോൺക്രീറ്റ് കൂട്ടി നിരത്തുമ്പോൾ അതിനകത്ത് വേസ്റ്റായിട്ട് പോകുന്ന കോൺക്രീറ്റിൻ്റെ ഭാഗം വരെ എടുക്കാനുള്ള കണക്ക് ഇവരുടെ ബുക്കിലുണ്ട്. ഒരു ആർക്കിടെക്റ്റ് അങ്ങനെ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ലോപ്പ് പ്രൂഫാണ് ഇത്ര വേസ്റ്റ് പോവും, ഫ്ലാറ്റ് റൂഫാണ് ഇത്ര വേസ്റ്റ് പോകാം. ഇതിനെല്ലാം കണക്ക് കൃത്യമായി അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വെച്ചുള്ള അനുദിന അപ്ഡേഷൻസ്, റേറ്റിൻ്റെ അപ്ഡേഷൻസ് ഒന്നും സാധാരണഗതിയിൽ ഒരിടത്തും വരുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നത്തെ ഒരു പ്രധാന കാര്യം, ഈ വയറിങ്, പ്ലംബിങ്, പെയിൻറ്റിങ്, ഫ്ലോറിങ് ഇങ്ങനെയുള്ള പണികൾക്കൊന്നും ഈ പ്ലാൻ വരയ്ക്കുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ കൃത്യമായ ധാരണയൊന്നുമില്ല. അപ്പോൾ അവിടെ എഴുതി വെക്കും, ആ എസ്റ്റിമേറ്റ് അന്ന് വയ്ക്കും, ലംസം എന്ന് എഴുതി വെക്കും. എന്ന് പറഞ്ഞാൽ തനി മലയാളം പറഞ്ഞാൽ ഒരു കൊട്ടത്താപ്പ് കണക്ക് എന്നാണ് ഒരു നാടൻ വാക്ക് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിക്കവാറും എല്ലാ എസ്റ്റിമേറ്റിലും എഴുതിയേക്കുന്നത് വയറിങ്ങിന് 2 ലക്ഷം,
പ്ലംബിങ്ങിന് 2 ലക്ഷം, പിന്നെ പെയിൻറ്റിങ്ങിന് 2.5 ലക്ഷം, ഫ്ലോറിങ്ങിന് 3 ലക്ഷം എന്നൊക്കെ ഒരു ലംസം അങ്ങോട്ട് എഴുതി വിടും. ഈ ലംസം എഴുതി വിടുന്നിടത്തൊന്നും ഈ കണക്കൊന്നും നിൽക്കില്ല. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ 30-35 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു 30-35% സ്ട്രക്ചറിൽ തീരുമ്പോൾ ശരിക്കും പണിയേണ്ട പോലെ പണിത് ആകുള്ളൂ. സ്ട്രക്ചർ തീരുമ്പോൾ ഞാൻ പറയുന്നു, പണിയേണ്ട പോലെ പണിതാൽ, ക്വാളിറ്റിയിലെല്ലാം ചെയ്താൽ, അത് ഞാൻ മുന്നോട്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിപ്പോൾ സ്ട്രക്ചർ തീരുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പല കൊട്ടേഷനും കണ്ടു. സ്ട്രക്ചറിന് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് 1750 രൂപ. പിന്നെ ഫിനിഷിങ്ങും സ്ട്രക്ചറും കൂടെ ഫുള്ള് തീർത്ത് കൊടുക്കുകയാണെങ്കിൽ 2530 രൂപ. സ്ട്രക്ചർ സിമൻറ്റ് കട്ടയ്ക്ക് പണിത് കൊടുക്കുകയാണെങ്കിൽ 1750 രൂപ സ്ക്വയർ ഫീറ്റിന്. ചൂടുകട്ടയ്ക്കാണെങ്കിൽ 1830 രൂപ. ഈ കെട്ടിടം വയറിങ്ങും പ്ലംബിങ്ങും പെയിൻറ്റിങ്ങും തടിപ്പണിയും എല്ലാം ഉൾപ്പെടെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2530 രൂപ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അതിനകത്ത് അങ്ങേർക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടാനുള്ളത് ആ സ്ട്രക്ചറെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള കളികൾ. പിന്നെ ഈ എസ്റ്റിമേറ്റിൽ ചില വർക്കുകളൊക്കെ അങ്ങ് വിട്ടേക്കും, എടുക്കുകയില്ല. അതൊക്കെ പിന്നീട് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാകുന്നത്. ചില വർക്കുകളുടെ ഡീറ്റെയിൽസ് പ്ലാനുകളിൽ ഇല്ലാത്തത് കൊണ്ട് അത് എസ്റ്റിമേറ്റ് എടുക്കാനും പറ്റിയല്ല. ചില വർക്കുകളുടെ ഡീറ്റെയിൽസ് ഒന്നും പ്ലാനിൽ കാണുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പ്ലാനുകളിലെല്ലാം ഭയങ്കര ജനലും കഥകളും ഒക്കെയാണ്. പ്രത്യേകിച്ച് ജനലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 അടി നീളവും ഒരു 7 അടി പൊക്കമൊക്കെ ഉള്ള ജനലുകളായിരിക്കും. അതിനകത്ത് തന്നെ അതിൻ്റെ പാളികളെന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വെക്കാവുന്നതായിരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ വിജാഗിരി എന്നൊക്കെ പറഞ്ഞാൽ കാഫ്ലെ പോലെയുള്ള കമ്പനികളുടെ വിജാഗിരിയൊക്കെ വേണം 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ വേണം. അപ്പോൾ അതൊന്നും ആദ്യം ചിന്തിക്കുന്നുമില്ല. അത്രയും വലിയ ഓപ്പണിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ അത് നിർത്തുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ നല്ല ലീഡിങ് ആർക്കിടെക്റ്റുമാരൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരതിനുള്ള എസ്റ്റിമേറ്റും പറയും. ലീഡിങ് ആർക്കിടെക്റ്റുമാരെന്ന് പറഞ്ഞാൽ അല്ലാത്തവർ ഇതൊന്നും മിണ്ടുകയില്ല. ലീഡിങ് ആർക്കിടെക്റ്റിൽ തന്നെ ചിലരൊക്കെ ഉണ്ട് സത്യസന്ധമായിട്ട് കാര്യം പറയുന്നവർ. അവരൊന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ അത്ര നല്ലവരായിട്ടൊന്നും അല്ല. പലരെക്കുറിച്ചും പറയുന്നത് അവരെല്ലാം ഭയങ്കര കർശനക്കാരാണ്. പക്ഷേ കാര്യങ്ങൾ. പക്ഷേ ചിലരങ്ങനെയല്ല, വളരെ വിട്ടുവീഴ്ചക്കാരാണ്. അത് വരുമ്പം കൊണ്ട് കഴിയുമ്പോൾ പഠിച്ചോളും എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ആർക്കിടെക്റ്റുമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അവർ പല കാര്യങ്ങളും, ഒന്നാമത് അവർക്ക് പലതും അറിയത്തില്ല, രണ്ടാമത് പല കാര്യങ്ങളും അറിയാമെങ്കിലും അവരിപ്പോൾ തക്കാലം മിണ്ടാൻ പോകുന്നില്ല. അതിൻ്റെ കൃത്യം വ്യവസ്ഥകളും വിവരങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥന്മാർ തുടക്കത്തിലെ തന്നെ ഇടയും. ഈ വയറിങ്ങിൻ്റെ പ്ലാന് കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, സാധാരണ 99% വീടുകളുടെയും ആദ്യത്തെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കൂടെ കൃത്യമായിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കണമെങ്കിൽ അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ വേണം. എന്താണെങ്കിലും നിർഭാഗ്യവശാൽ നമ്മുടെ ആർക്കിടെക്റ്റുമാരുടെ ഓഫീസുകളിലൊന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രോയിങ് കൃത്യമായിട്ട് വരാറില്ല. ഈ പ്ലംബിങ് കൃത്യമായിട്ട് ഡ്രോയിങ് വരണമെന്നുണ്ടെങ്കിൽ അതിന് ആ മേഖലയിൽ നല്ല പഠനമുള്ളവർക്ക് അത് കൃത്യമായിട്ട് വരയ്ക്കാനും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ. സാമാന്യപ്പെട്ടവർക്കൊന്നും അതിൻ്റെ എസ്റ്റിമേറ്റ് പോയിട്ട് അതിൻ്റെ കൊട്ടേഷൻ അതിൻ്റെ പണി എന്നാന്ന് പോലും അറിയത്തില്ല. പിന്നീട് അതുപോലെ തന്നെ ഈ ടൈലിങ് ആണെങ്കിലും അതിൻ്റെ ഡ്രോയിങ്ങൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാതെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ശരിക്കും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഡ്രോയിങ് കൃത്യമായിട്ട് വരയ്ക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ആധുനിക ബാത്റൂമൊക്കെ പണിയുകയാണെങ്കിൽ അതിനകത്ത് ടൈലിൻ്റെ ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ഡ്രോയിങ്ങുമായിട്ട് നല്ല ബന്ധം വേണം. കാരണം ചില ടൈലിലൊക്കെ ജോയിൻറ്റിലൊന്നും ഈ മിക്സറോ ബാക്കി സംവിധാനങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം നോക്കി വരച്ചൊക്കെ വരണമെങ്കിൽ നല്ലപോലെ ആഴമായ പഠനം വേണം. അങ്ങനെ വരുമ്പോൾ അതൊന്നും എസ്റ്റിമേറ്റിനകത്ത് കാണുകയില്ല. ഇനി പെയിൻറ്റിങ് ആണെങ്കിൽ പോലും അത് സാധാരണഗതിയിൽ ഇപ്പം ഏഷ്യൻ്റെ പുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ്റെ എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫ് സിമെൻറ്റ് പുട്ടി എന്ന് പറയുന്ന പുട്ടിയുണ്ട്. ആ പുട്ടി തന്നെ പ്രൈമർ അടിച്ച് ചിലരിടും, ചിലർ പ്രൈമർ അടിക്കാതെ ഇടും, ചിലർ വൈറ്റ് സിമെൻറ്റ് അടിച്ചിടും, ചിലർ വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ ഇടും. പിന്നെ ആ പുട്ടിയുടെ പുറത്ത് പലതരം ഗ്രേഡുള്ള പ്രൈമറുകളുണ്ട്. അതിൻ്റെ പുറത്ത് പിന്നെ എമൽഷനുകളുണ്ട്. ആ പുട്ടിയുടെ ഫിനിഷിങ്ങിന് ലെവൽ വ്യത്യാസമുണ്ട്. അത് തന്നെ ട്യൂബ് ഫിനിഷുണ്ട്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലൈറ്റും സംവിധാനം എല്ലാം പിടിപ്പിച്ച് കഴിയുമ്പോൾ പാണ്ടും പുള്ളിയും കാണാത്ത രീതി പറഞ്ഞാൽ അതിനൊരു ഭാഗമുണ്ട്. സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തേപ്പുകാരനെ കുറ്റം പറയും
പെയിൻറ്ററെ കുറ്റം പറയും തേപ്പുകാരൻ. അവസാനം കുറ്റം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും കുഴപ്പം ഉടമസ്ഥന് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് എടുക്കാതെ ചുമ്മാ ഒരു ലംസം ഇടും. ഉടമസ്ഥനെ സംബന്ധിച്ച് തക്കാലം അത് അറിയുന്നില്ലാത്തതുകൊണ്ട് പിന്നീട് അത് വലിയ കുലുമാലായി വരികയും ചെയ്യും. സത്യത്തിൽ ഈ ഓരോ പണിയും ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. വലിയ ഗ്ലാസുകളൊക്കെ ഉള്ളിടത്ത് ചിലപ്പോൾ കമ്പി ഒന്നും കാണുകയില്ല, സുരക്ഷിതത്തിൻ്റെ കാര്യം പറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അവിടെയെല്ലാം ടഫൻഡ് ഇടേണ്ടി വരും. ടഫൻഡ് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ അത് ലാമിനേറ്റഡ് ടഫൻഡ് ഇടേണ്ടി വരും. പിന്നെ അതിൻ്റെ വിലയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അത് ഭയങ്കര വിലയാകും. അങ്ങനെ ലാമിനേറ്റഡ് ടഫൻഡ് ഇട്ടാലും വീട്ടുകാർക്കൊരു പേടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടഫൻഡ് ഗ്ലാസുകളുടെ എല്ലാം പ്രശ്നം നേരെ ഇടിച്ചാൽ പൊട്ടുകയെന്നുള്ള അതിൻ്റെ മൂലയിൽ നിന്ന് ഞെങ്ങിയാൽ ഗ്ലാസ് പൊട്ടും. കോണ് കുത്തിയൊക്കെ ഇങ്ങനെ പ്രസ്സായാൽ ടഫൻഡ് ഗ്ലാസ് പൊട്ടിപ്പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അതിന് സേഫ്റ്റിക്ക് വേണ്ടി പിന്നെ ഇടയ്ക്ക് ഷട്ടർ ഇടേണ്ടി വരും. ഷട്ടർ ഇടുമ്പോൾ അതിന് ഓട്ടോമേഷൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേനും വലിയ തുകയായിട്ട് മാറും. പക്ഷേ ഇതൊന്നും എസ്റ്റിമേറ്റിൽ ആദ്യമേ കാണുകയില്ല എന്നുള്ളതാണ് എസ്റ്റിമേറ്റിൽ ഒരു വീഴ്ച. വേറൊരു കാര്യം പറയുന്നത്, സ്ക്വയർ ഫീറ്റിന് ഒരു 1000 രൂപ മുതൽ 1500 രൂപയൊക്കെ വരത്തക്ക രീതിയിൽ ഒരു എസ്റ്റിമേറ്റ് ആവറേജ് അങ്ങ് ഒപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്ന രീതി. ഈ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് കെട്ടിടം പണിയിലോട്ട് ഇറങ്ങുമ്പം ഇത് കണ്ടുകൊണ്ട് പോയി ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും കെട്ടിടം പണി തീരുകയില്ല. അപ്പോൾ ഈ 1000-1500 രൂപ ഒക്കെ വെച്ച് കണക്കൂട്ടിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള വീടൊന്നും പണിയാൻ പറ്റിയല്ല. അങ്ങനെ പണിയാമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ന് വരെ പണിതവർക്കൊക്കെ അറിയാം അത് തീർന്ന ചരിത്രമില്ല, അങ്ങനെ തീരത്തുമില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവസാനം വെട്ടിക്കൂട്ടി അങ്ങ് തീർക്കാനാണല്ലേ മാത്രമേ ഇത് ഒക്കുള്ളൂ. അതുകൊണ്ട് ഈ എസ്റ്റിമേറ്റിനകത്തെ വീഴ്ചകൾ കെട്ടിട നിർമ്മാണ മേഖലയിലെ വലിയ വീഴ്ചകളുടെ തുടക്കമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.